പെട്ടെന്ന് നിങ്ങളുടെ ഫോണിലെ എല്ലാ കോൺടാക്ട്സും അങ്ങ് ഡിലീറ്റ് ആയി പോയെന്ന് കരുതുക, നിങ്ങൾ എന്ത് ചെയ്യും? അപ്പൊ ഇന്നല്ലെങ്കിൽ നാളെ ഈ ഒരു അവസ്ഥ നിങ്ങൾക്കും ഉണ്ടാകാം. അപ്പൊ അങ്ങനെ ഡിലീറ്റ് ആയി പോയി കഴിഞ്ഞാൽ എങ്ങനെ സിമ്പിൾ ആയിട്ട് തിരിച്ചെടുക്കാമെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം, ഫോളോ ചെയ്ത് വെച്ചോ. അതേപോലെ ഈ ഒരു വീഡിയോ സേവ് ചെയ്ത് വെച്ചേക്കാം, നിങ്ങൾക്ക് അറിയാവുന്നവർക്ക് ഷെയറും ചെയ്ത് കൊടുത്തേക്കാം. അപ്പൊ ആദ്യം തന്നെ നിങ്ങളുടെ ഫോണിലെ കോൺടാക്ട്സ് എടുക്കുക, എന്നിട്ട് ഈ ഒരു 3 ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് മാനേജ് കോൺടാക്ട്സ് സെലക്ട് ചെയ്യുക. ഇനി ഇവിടെ എക്സ്പോർട്ട് കോൺടാക്ട് കൊടുക്കുക, എന്നിട്ട് എക്സ്പോർട്ട് ടു ഇന്റേണൽ സ്റ്റോറേജും കൊടുക്കുക. അപ്പൊ അതൊരു VCF ഫയൽ ആയിട്ട് സേവ് ആവും. ഇനി നേരെ ഗൂഗിൾ എടുക്കുക, ഗൂഗിൾ കോൺടാക്ട്സ് എന്ന് സെർച്ച് ചെയ്യുക, എന്നിട്ട് ആദ്യം വരുന്ന ഈ ഒരു വെബ്സൈറ്റ് എടുക്കുക. ഇനി ഇവിടെ നിങ്ങളുടെ മെയിൽ ID ആണ് സൈൻ ഇൻ ചെയ്തേക്കുന്നതെന്ന് ഉറപ്പ് വരുത്തുക. ഇനി ഒരു 3 ലൈൻസ് എടുത്തിട്ട് ഇമ്പോർട്ട് കൊടുക്കുക, എന്നിട്ട് ഇവിടെ സെലക്ട് ഫയൽസ് കൊടുക്കുക. ഇനി ഫയൽസിൽ പോയി കഴിയുമ്പോൾ നമ്മൾ മുമ്പേ എക്സ്പോർട്ട് ചെയ്ത് വെച്ച contact.vcf എന്നുള്ള ഫയൽ കാണാൻ പറ്റും. അത് സെലക്ട് ചെയ്യുക, ഇമ്പോർട്ട് കൊടുക്കുക. ഇത്രേ ഉള്ളൂ. ഇപ്പൊ നിങ്ങളുടെ എല്ലാ കോൺടാക്റ്റും ഇവിടെ അപ്ലോഡ് ആയിട്ടുണ്ട്. ഇനി ഫോണിൽ നിന്ന് എല്ലാം ഡിലീറ്റ് ആയി പോയി കഴിഞ്ഞാലും നിങ്ങളുടെ എല്ലാ കോൺടാക്ട്സും ഇവിടെ കാണും. അപ്പോൾ നമ്മുടെ കോൺടാക്ട്സ് ഒക്കെ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് ഈ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ മാക്സിമം നിങ്ങൾക്ക് അറിയാവുന്ന എല്ലാവർക്കും അങ്ങ് ഷെയർ ചെയ്ത് കൊടുത്തേക്കാം. അതേപോലെ ഈ കോൺടാക്ട്സ് എല്ലാം തിരിച്ച് നിങ്ങളുടെ ഫോണിലേക്ക് എങ്ങനെ കയറ്റാന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം. അപ്പൊ അത് മിസ് ആവാതിരിക്കാൻ വേണ്ടി ഇപ്പൊ തന്നെ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കാം. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.